ഷിഗല്ല ആശങ്കയ്ക്കിടെ വയനാട് കോളിയാടി മാർ ബെസിലിയസ് AUP സ്കൂളിലെ ജലസ്രോതസ്സുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ജലശുദ്ധീകരണത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ് ജില്ലയിലെ സ്കൂളുകളിലെ കിണറുകൾ പരിശോധിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തീർച്ചയായും ഈ ഉറവിടം ഇതിപ്പം വെള്ളം കെട്ടി നിന്ന് അവിടെ ഉണ്ടായിട്ടുള്ള വെള്ളം കണ്ടാമിനേറ്റഡ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. വെള്ളം കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റൂലല്ലോ. സ്കൂളാണല്ലോ, മനുഷ്യർ ഉപയോഗിക്കുന്നതാണല്ലോ, കുട്ടികൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ വലിയ സീരിയസ് ആയിട്ടുള്ള ജാഗ്രത കുറവ് ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ലിൻഡു ആണ് ചെന്ന്. ലിൻഡു, സ്കൂളിലെ കിണറുകൾ വേണ്ടത്ര ശുചീകരണം അല്ലെങ്കിൽ ആ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണല്ലോ പറയുന്നത്. എന്താണ് വിവരങ്ങൾ? അഞ്ജലി, വയനാട് സുൽത്താൻ ബത്തേരിയിൽ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ച സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ DMO തന്നെ കിണറിൽ നിന്നോ ജലസ്രോതസ്സിൽ നിന്നോ ഉണ്ടായിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നുണ്ടായിട്ടുള്ള ഇതിൽ നിന്നാകാം ഷിഗല്ല വ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജലശുദ്ധീകരണത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കോളിയാടി മാർ ബെസാലിയസ് AUP സ്കൂളിലെ ജലസ്രോതസ്സുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വാട്ടർ ഫിൽട്ടർ അടക്കം വേണ്ട രീതിയിൽ വൃത്തിയാക്കാത്ത സാഹചര്യം സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഷിഗല്ല രോഗവ്യാപനം ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടാവാൻ കാരണമായത് എന്നാണ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും കിണറുകൾ പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആകെ 16 വിദ്യാർത്ഥികൾക്കാണ് കോളിയാടി മാർ ബെസാലിയസ് AUP സ്കൂളിലെ 16 വിദ്യാർത്ഥികൾക്കാണ് ഈ ഷിഗല്ല രോഗം വയനാട്ടിൽ സ്ഥിരീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി, ലിൻഡോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.